Hello dear friends, welcome to Swathi Swagath tutorials. Today we are going to start a new chapter in +1 botany, that is cell, the unit of life. So let's start. Okay, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ്, ചെറിയ ക്ലാസ്സിലെ പഠിച്ച കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ദിസ് ചാപ്റ്റർ. ദെൻ വാട്ട് ഈസ് എ സെൽ? അറിയാം അല്ലേ? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. Cell is the structural and functional unit of all living organism. Okay, it is the structural and functional unit of all living organism. Okay, അല്ലെങ്കിൽ സെൽ ഇസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സോ നമുക്ക് എല്ലാവർക്കും അറിയാം സെൽ എന്താണ്. പ്രീവിയസ് ചാപ്റ്ററൊക്കെ നമ്മൾ ടിഷ്യൂ അടക്കം അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ സെൽ ഇസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം എല്ലാ ആൾക്കാർക്കും അറിയുന്ന പോയിൻ്റാണ്. ദ നെക്സ്റ്റ് സയൻറ്റിസ്റ്റിൻ്റെ പേര് റോബർട്ട് ഹുക്ക്. എന്താണ് റോബർട്ട് ഹുക്കിനെ പറ്റി അറിയുന്നത്? റോബർട്ട് ഹുക്കാണ് എന്ത് ചെയ്തത്, എന്താ കണ്ടുപിടിച്ചത്? ഹി ഡിസ്കവേർഡ് സെൽ. റോബർട്ട് ഹുക്ക് ഡിസ്കവേർഡ് സെൽ. അപ്പോൾ ഫസ്റ്റ് സെല്ല് കണ്ടുപിടിച്ച ആളാണ് ആര്? റോബർട്ട് ഹുക്ക്. ആൻഡ് ഇറ്റ് വാസ് ഇൻ 1665. റോബർട്ട് ഹുക്ക് ഓഫ് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ 1665 കണ്ടുപിടിച്ചത്. ആൻഡ് ഈ ഒബ്സർവ്ഡ് കോർക്ക് സെല്ലാണ് ഒബ്സർവ് ചെയ്തത്. ഓക്കെ, കോർക്ക് സെൽ ഇൻ എ ഡിസൈൻഡ് മൈക്രോസ്കോപ്പ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഡിസൈൻ ചെയ്ത ഒരു മൈക്രോസ്കോപ്പ്, അത് വെച്ചിട്ടാണ് കോർക്ക് സെല്ലാണ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്. അപ്പോൾ കോർക്ക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപ്പം നമ്മൾ മരത്തടി കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഓരോ പാത്രങ്ങളൊക്കെ കുപ്പികൾക്കൊക്കെ അടപ്പുണ്ടാക്കും അല്ലേ? അപ്പോൾ അതാണ് കോർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മരത്തടി ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് നേരിയ രീതിയിലൊരു പാളി വന്നപ്പം അതിൽ എന്ത് ചെയ്തു? ജസ്റ്റ് നോക്കുമ്പം ഒരു ഹണി കോമ്പ് പോലെ അല്ലെ, തേനീച്ച കൂട് പോലെ ചെറിയ അറകളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതെന്താന്ന് കൂടുതൽ ഒബ്സർവ് ചെയ്തപ്പോഴാണ് എന്തിലേക്ക് എത്തിയത്? സെൽ എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് എത്തിയത്. ഓക്കെ, സോ മറക്കരുത്, റോബർട്ട് ഹുക്ക് ഡിസ്കവേർഡ് സെൽ ഇൻ 1665. ദ നെക്സ്റ്റ് സയൻറ്റിസ്റ്റ് ആൻറ്റൺ വോൺ ല്യൂവൻഹോക്ക്. ഓക്കെ, ആൻറ്റൺ വോൺ ല്യൂവൻഹോക്ക് ആണ്. ആ സയൻറ്റിസ്റ്റിൻ്റെ പേര് വെച്ചിട്ട് എന്താ ഓർമ്മിച്ചിരിക്കേണ്ടത്? ഹി വാസ് ദ ഫസ്റ്റ് ടു ഡിസ്ക്രൈബ് എ ലിവിങ് സെൽ. ലിവിങ് ആയിട്ടുള്ള ഒരു സെല്ല് അതിനെ ഒബ്സർവ് ചെയ്ത ആളാണ് എന്ത്? ആൻറ്റൺ വോൺ ല്യൂവൻഹോക്ക്. ആൻഡ് ഹി ഒബ്സർവ്ഡ് ലിവിങ് സെൽസ് ലൈക്ക് ബാക്ടീരിയ ലിവിങ് ആയ ഒരു സെല്ലാണ് അല്ലേ? ആൻഡ് ഹി ഒബ്സർവ്ഡ് RBC, റെഡ് ബ്ലഡ് സെൽസ് ഓർ റെഡ് ബ്ലഡ് കോർപ്പസെൽസ് എന്ന് പറയും. ആൻഡ് സ്പേം എക്സെട്ര. സ്പേം അറിയാം, മെയിൽ ഗ്യാമീറ്റ് ആണ്. അപ്പോൾ ഇതിനെയൊക്കെ ഒബ്സർവ് ചെയ്താണ് ഫസ്റ്റ് ടൈം ഒരു ലിവിങ് സെല്ലിനെ പറ്റി പഠിച്ച ആൾ ഒബ്സർവ് ചെയ്തതാണ് എന്ത്? ആൻറ്റൺ വോൺ ല്യൂവൻഹോക്ക്. ദെൻ നെക്സ്റ്റ് റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗണിനെ പറ്റി നമുക്ക് എന്താ അറിയാവുന്നത്? ഡിസ്കവേർഡ് ന്യൂക്ലിയസ്. റോബർട്ട് ബ്രൗൺ ഡിസ്കവേർഡ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആളാണ് റോബർട്ട് ബ്രൗൺ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻട്രൊഡക്ഷനിൽ തന്നെ വരുന്ന ഭാഗമാണ്, അറിയാവുന്നതാണ്. ഇറ്റ് ഈസ് അബൌട്ട് ദ സെൽ തിയറി. Then see the important points in cell theory. Cell theory proposed by two scientists. The first one, Matthias Jakob Schleiden. Okay, നമ്മൾ എന്താ ഷോർട്ടായി പറയുന്നത്? M.J. Schleiden എന്നാണ് പറയുക. ഓക്കെ, M.J. Schleiden. ആൻഡ് ഹി ഈസ് എ ജർമ്മൻ ബൊട്ടാണിസ്റ്റ്. ഒരു ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആണ്. ബൊട്ടാണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ? അപ്പോൾ ബോട്ടണി ആണ് അയാളുടെ മെയിൻ ഏരിയ. അപ്പോൾ ബൊട്ടാണിസ്റ്റ് ആണ്. ആൻഡ് ഇയർ ഓർത്ത് വെക്കുക, ഇറ്റ് വാസ് ഇൻ 1838. M.J. Schleiden ചെയ്തത് പ്ലാന്റ് സെൽസിനെയാണ് ഒബ്സർവ് ചെയ്തത്. പ്ലാന്റ് സെൽസിൻ്റെ എല്ലാ കാര്യങ്ങളാണ് സ്റ്റഡി ചെയ്തത്. ദെൻ അതേ സമയത്ത് ഒരാൾ കൂടെ ഉണ്ട്, രണ്ടാൾക്കാരെ പേര് ഓർമ്മിക്കുക. ആൻഡ് തിയോഡോർ ഷ്വാൻ. ഓക്കെ, M.J. Schleiden ആൻഡ് തിയോഡോർ ഷ്വാൻ. M.J. Schleiden ബൊട്ടാണിസ്റ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം തിയോഡോർ ഷ്വാൻ ആരാണ്? ഈസ് എ ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ സുവോളജി എന്ന് പറയുമ്പോൾ എനിമൽ സെൽസിൻ്റെ സ്റ്റഡിയാണ് നടത്തിയത്. ഇറ്റ് ഈസ് ഇൻ 1839. ഒരു വർഷത്തെ ഡിഫറൻസ് ആണ്, ഓർത്ത് വെക്കുക. അപ്പോൾ ഈ രണ്ടാൾക്കാരും കൂടെ, ഒരാൾ പ്ലാന്റ് സെൽ, ഒരാൾ എനിമൽ സെൽ സ്റ്റഡി നടത്തിയിട്ടുണ്ടാക്കിയ തിയറിയാണിത് സെൽ തിയറി. ആൻഡ് സെൽ തിയറി രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണുള്ളത്. റിമെമ്പർ ദ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ഇതേപോലെ പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് എഴുതാൻ. ഫസ്റ്റ് പോയിന്റ്, ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സെൽസ്. എല്ലാ ലിവിങ് ഓർഗാനിസവും ഫോം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെൽസും അതിൻ്റെ പ്രോഡക്ട്സും കൊണ്ടാണെന്ന് പറഞ്ഞാൽ സെൽസ്, ടിഷ്യൂ സിസ്റ്റം ഇതൊക്കെ ചേർന്നിട്ടാണെന്നുള്ള മീനിങ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്.
ഓക്കെ, എല്ലാ സെൽസും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മുൻപേ ഉള്ള ഒരു സെല്ലിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ സെൽസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. നിലവിലുള്ള ഒരു സെല്ലിൽ നിന്ന് മാത്രമേ പുതിയ സെൽസ് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചേർന്നതാണ് എന്ത്? സെൽ തിയറി പ്രൊപ്പോസ്ഡ് ബൈ M.J. Schleiden ആൻഡ് തിയോഡോർ ഷ്വാൻ. നെക്സ്റ്റ് one scientist, റുഡോൾഫ് വിർഷോ. ഓക്കെ, റുഡോൾഫ് വിർഷോ ഓർ വിർച്ചോ എന്നൊക്കെ വായിക്കാം. അപ്പം ആ സയൻറ്റിസ്റ്റ് റിലേറ്റഡ് വരുന്ന പോയിന്റ്, സെൽസ് ഡിവൈഡ് ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അല്ലേ, സെൽ തിയറി മോഡിഫൈ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ റുഡോൾഫ് വിർഷോ ആണ്. കാരണം സെൽ തിയറി സെക്കൻഡ് പോയിന്റ് റിലേറ്റഡ് ടു ദിസ്. അല്ലേ, സെൽസ് ഡിവൈഡ് ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അറിയാം, 2 സയൻറ്റിസ്റ്റ് ആണ് പ്രപ്പോസ് ചെയ്തത് സെൽ തിയറി. അതിൽ M.J. Schleiden he examined plant cells and Theodor Schwann examined animal cell, and they reported cells have an outer layer called a plasma membrane. That is, in case of animal cell, the outer layer, outer boundary means it's a plasma membrane. Cell membrane or plasma membrane and outer membrane in case of animal cell. But in case of plant cell, outer to this plasma membrane there is an extra structure, that is cell wall. Okay, cell wall is the outer boundary in case of plant cell, and in case of animal cell it is plasma membrane. അപ്പം M.J. Schleidenum തിയോഡർ ഷ്വാനും നടത്തിയ സ്റ്റഡിയാണ് ഇത്രയും കാര്യങ്ങൾ കിട്ടിയത്. ലേറ്റർ ആണ് എന്ത്? റുഡോൾഫ് വിർഷോ, ദാറ്റ് ഈസ് ഇൻ ഇയർ 1855 റുഡോൾഫ് വിർഷോ എന്ത് സ്റ്റേറ്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ് സെൽസ് ഡിവൈഡ് ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ്, എൻ ഓവർവ്യൂ ഓഫ് എ സെൽ. ഓക്കെ, അപ്പോൾ ഒരു സെല്ലിലെ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ദാറ്റ് ഈസ് വി ക്യാൻ ടേക്ക് ഒനിയൻ സെൽ ആസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ എ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിന് എക്സാമ്പിളായിട്ട് നമ്മൾ എപ്പോഴും പഠിക്കുന്ന എന്തെടുത്തിട്ടാണ്? ഒനിയൻ സെൽ. ഒനിയൻ പീൽ സ്റ്റെയിൻ ചെയ്ത് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ടായിരിക്കാം നിങ്ങൾ പ്ലാന്റ് സെല്ലിൻ്റെ സ്ട്രക്ചർ പഠിച്ചത്. അതുപോലെ ഹ്യൂമൻ ചീക്ക് സെൽ ആസ് ആനിമൽ സെൽ. ഹ്യൂമൻ ചീക്ക് സെൽ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ അനിമൽ സെൽ. ഹ്യൂമൻ ചീക്ക് സെൽ വെച്ചാൽ നമ്മൾ കവിളിൽ ഇവിടെയുള്ള എപ്പിത്തീലിയൽ സെൽസ് ആണ് എടുക്കുക. അപ്പോൾ അതെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അനിമൽ സെല്ലിനെ എക്സാമ്പിളായിട്ട് പഠിക്കുക. സെക്കൻഡ് ഇയറിൽ പ്രാക്ടിക്കലാണ് ഈ കാര്യങ്ങളൊക്കെ. ദെൻ നെക്സ്റ്റ് പ്ലാന്റ് സെല്ലിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഔട്ടർ ടു പ്ലാസ്മ മെംബ്രെയിൻ ദർ ഈസ് സെൽ വോൾ. സോ ദ ഔട്ടർ മോസ്റ്റ് ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൽ വോൾ ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് അനിമൽ സെൽ ദ സെൽ വോൾ ഇസ് ആബ്സെൻറ്റ്. സോ പ്ലാസ്മ മെംബ്രെയിൻ ഇസ് കൺസിഡേർഡ് ആസ് ദ ഔട്ടർ ബൗണ്ടറി ഓഫ് അനിമൽ സെൽ. ആൻഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് ആർ പ്രസൻറ്റ്. അല്ലേ, ഒരുപാട് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലതിൽ അനിമൽ സെല്ലൊക്കെ ആണെങ്കിൽ എക്സാക്ട് സെൻറ്ററിൽ കാണുന്ന ഒരു മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ഉണ്ട്. അതാണ് എന്ത്? അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഡയഗ്രാം നമുക്ക് വരച്ച് നോക്കാം. അനിമൽ സെൽ സ്ട്രക്ചർ ആണെങ്കിൽ ഔട്ടർ ബൗണ്ടറി വരച്ചു. സോ ദിസ് ഇസ് പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, ദെൻ സെൻറ്ററിലായിട്ട് ആരെ കാണാം? എ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ. ദിസ് ഇസ് ന്യൂക്ലിയസ്. ഓക്കെ, ഇൻസൈഡ് ദ ന്യൂക്ലിയസ് എന്തൊക്കെയാണുള്ളത്? ന്യൂക്ലിയസിനുള്ളിലാണ് നമുക്കറിയാം ജനറ്റിക് മെറ്റീരിയൽ പ്രസൻറ്റ്. ജനറ്റിക് മെറ്റീരിയൽ ദാറ്റ് ഇസ് ക്രോമസോംസ്, DNA, ലൈക്ക് ജനറ്റിക് മെറ്റീരിയൽസ് ആർ പ്രസൻറ്റ് ഇൻസൈഡ് ന്യൂക്ലിയസ്. ഓക്കെ, ദെൻ അടുത്ത ഭാഗം സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ഓഫ് ദ സെൽ. അപ്പോൾ ഇത്രയും ഭാഗം ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള ഇവിടെ കാണുന്ന എന്താണ്? ഇറ്റ് ഈസ് എ സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള മാട്രിക്സ് ആണ്. ആൻഡ് ദിസ് സെമി ഫ്ലൂയിഡ് മാട്രിക്സ്, ദിസ് പാർട്ട് ഇസ് കോൾഡ് വാട്ട്? ഇറ്റ് ഇസ് കോൾഡ് cytoplasm. And the cytoplasm is the main area of cellular activities. It is the main area of all cellular activities. And in this cytoplasm we can see other membrane bound organelle. This is nucleus, and in the cytoplasm area other membrane bound organelles are present. Just structures are present. adine nammal parayna per endana? They are collectively called cell organelles. Okay, cell organelle, കോശാംഗങ്ങൾ എന്നൊക്കെ മലയാളം മീഡിയം ഫോളോ ചെയ്ത ആൾക്കാർ കേട്ടിട്ടുണ്ടാകും. സെൽ ഓർഗനൽസ് എന്നാണ് പറയാം. ദ സെൽ ഓർഗനൽസ് ആർ പ്രസൻറ്റ് വെർ ഇൻ സൈറ്റോപ്ലാസം. അപ്പം ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള എല്ലാ സ്ട്രക്ചേഴ്സിനും കൂടെ പറയാം. ദാറ്റ് ഇസ് സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ്.
ചേരുമ്പോൾ നമ്മൾ എന്താ പറയുക, സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ് ആകുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് പ്രോട്ടോപ്ലാസം എന്നാണ് പറയുക. പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിനെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ, ന്യൂക്ലിയസിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഭാഗം എന്താ വരിക, സൈറ്റോപ്ലാസം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നിങ്ങൾ അധികത്തിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് പ്രോട്ടോപ്ലാസം, ചിലപ്പം സൈറ്റോപ്ലാസം എന്നൊക്കെ കാണാം. സോ പ്രോട്ടോപ്ലാസം മീൻസ് കംപ്ലീറ്റ് സ്ട്രക്ചർ ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് മാറ്റി ബാക്കി ഭാഗം മാത്രം പറയുമ്പോൾ അതാണ് എന്ത്, ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ആ മാട്രിക്സ് മാത്രം പറഞ്ഞാൽ ദാറ്റ് ഈസ് സൈറ്റോപ്ലാസം. ക്ലിയർ. ഇനി സെൽ ഓർഗനൽസ് ഏതൊക്കെയാണ് നമുക്ക് അറിയാവുന്നതാണല്ലേ. സെൽ ഓർഗനൽസ് എന്ന് പറയുമ്പം ഒരുപാടെണ്ണം, മൈറ്റോകോൺട്രിയ, ദെൻ റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോം, ഇങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. അപ്പം ഇനി ഇവിടെ ഇതൊരു എനിമൽ സെല്ലാവുമാണ് പ്ലാസ്മ മെംബ്രെയിൻ ഓർ സെൽ മെംബ്രെയിൻ, ഔട്ടർ മെംബ്രെയിൻ ആവുന്നത്. ഇതൊരു പ്ലാന്റ് സെൽ ആയിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുക, പ്ലാന്റ് സെൽ ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെയും പുറത്ത് ഒരു എക്സ്ട്രാ സെൽ വോൾ കൂടെ വരയ്ക്കണം അല്ലേ. സെൽ വോളിൻ്റെ ഒരു സ്ട്രക്ചർ കൂടെ വരും. അപ്പോൾ ഔട്ടർ മോസ്റ്റ് സെൽ വോൾ. അപ്പോൾ ഇങ്ങനെ സെൽ വോൾ കണ്ടാൽ ഇറ്റ് ഈസ് എ പ്ലാന്റ് സെൽ. സെൽ വോൾ ഇല്ലാത്ത സ്ട്രക്ചർ എനിമൽ സെൽ. പ്ലാന്റ് സെൽ ആകുമ്പം ന്യൂക്ലിയസ് സെൻറ്ററിലല്ല, ന്യൂക്ലിയസ് കുറച്ച് മുകളിലാണ്, താഴെ ഒരു ലാർജ് വാക്യൂൾ ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയും സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. These are the important cell organelles. Okay, organelles are cell organelle. First one, ER. What is ER? Its expand form is endoplasmic reticulum. Endoplasmic reticulum. Okay, ER. Then Golgi complex or Golgi bodies എന്ന് പറയാറുണ്ട് അല്ലേ. Golgi bodies or Golgi complex. Then mitochondria. Mitochondria, we know it is the powerhouse of the cell. The next microbodies are there. Then vacuole. Vacuole, in case of plant cell there is a large vacuole അല്ലേ, സൈസ് വളരെ വലുതാണ്. Then plastids. Plastidsൽ വരുന്ന ഭാഗമാണ് എന്ത്, ക്ലോറോപ്ലാസ്റ്റ്. കേട്ടിട്ടുണ്ടാകും പ്ലാസ്റ്റിഡ്സിൽ ക്ലോറോപ്ലാസ്റ്റ്. And this cell organelle present only in case of where it is in present only in plant cell, and plastids are absent in animal cell. The next lysosome. Lysosome is other cell organelle. മെയിൻ ആയിട്ട് എവിടെയാണ് കാണുന്നത്, എനിമൽ സെൽസിലാണ് കാണുന്നത്. ദെൻ സെൻട്രിയോൾസ്. സെൻട്രിയോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഓർഗനലും പ്രസൻറ്റ് ഓൺലി ഇൻ വെയർ, എനിമൽ സെൽ. എനിമൽ സെൽസിൽ കാണുന്നതാണ്. ഓക്കെ, ദെൻ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സെൽ ഓർഗനൽസ്. അപ്പോൾ നമ്മളൊരു പേര് കൂടെ നേരത്തെ പറഞ്ഞു, ദാറ്റ് ഈസ് റൈബോസോം. Ribosome. Ribosome is an important structure, cell organelle, and it will helps in protein synthesis അല്ലേ. അപ്പോൾ നമുക്കറിയാം റൈബോസോം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പക്ഷേ റൈബോസോമിന് ഇതിൽ നിന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിസ് സെൽ ഓർഗനൽസ് ആർ മെംബ്രെയിൻ ബൗണ്ട്. അതിന് ചുറ്റും കൃത്യമായിട്ടൊരു മെംബ്രെയിൻ ബൗണ്ടറി ഉണ്ട്. അത് മെംബ്രെയിൻ കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ള ഓർഗനൽസ് ആണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. ബട്ട് റൈബോസോം ഇസ് നോട്ട് എ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽ. ഓക്കെ, പക്ഷേ ഇതൊരു സെൽ ഓർഗനൽ തന്നെയാണ്, പക്ഷേ മെംബ്രെയിൻ ബൗണ്ട് അല്ല. And ribosome is the only cell organelle present in both prokaryotes and eukaryotes. എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. പ്രൊക്കാരിയോട്സിലും യൂക്കാരിയോട്സിലും ഒക്കെ കാണുന്ന സെൽ ഓർഗനലാണിത് റൈബോസോം. നെക്സ്റ്റ് പോയിന്റ്, cells differ greatly in size, shape and activities. We know all cells are not alike and they vary in their size, shape and function. Okay, so for example, mycoplasma. Mycoplasma means it is considered as the smallest cell. Okay, smallest living cell ആണ്. ആൻഡ് സെൽ വോൾ ഒന്നും ഇല്ലാത്ത ഒരു സ്ട്രക്ചറാണ് മൈക്രോപ്ലാസ്മ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആൻഡ് ഇറ്റ്സ് സൈസ് മീൻസ് 0.3 മൈക്രോമീറ്റർ ഇൻ ലെങ്ത് ആണ് അതിൻ്റെ സൈസ്. അപ്പോൾ സെൽ വോൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇസ് മൈക്രോപ്ലാസ്മ. ദ നെക്സ്റ്റ് ബാക്ടീരിയ. ബാക്ടീരിയ അതിൻ്റെ സൈസ് 3 to 5 മൈക്രോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിനേക്കാൾ വലുതാണ് ഓക്കെ ബാക്ടീരിയ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ലാർജസ്റ്റ് സിംഗിൾ സെൽ ഏതാണ്? ലാർജസ്റ്റ് സിംഗിൾ സെൽ എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച് അല്ലെ. നമുക്കറിയാം ഓസ്ട്രിച്ചിന് ഒട്ടകപക്ഷീന് മുട്ടയാണ് എന്ത് ഏറ്റവും വലിയ സിംഗിൾ സെൽ ചോദിച്ചു കഴിഞ്ഞാൽ. ദെൻ RBC ഹ്യൂമൻ RBC സൈസ് ആണെങ്കിൽ എങ്ങനെയാണ് 7 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. ദെൻ നെക്സ്റ്റ് നെർവ് സെൽ. നെർവ് സെൽ നമുക്കറിയാം ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് വാട്ട് ന്യൂറോൺ. ന്യൂറോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലോങ്ങസ്റ്റ് സെൽ. അതിൻ്റെ നീളം അല്ലെ ഷേപ്പ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്കറിയാം ആക്സോൺ, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ഓർമ്മ നിൽക്കുന്നുണ്ടാവും. ദെൻ ലോങ്ങസ്റ്റ് സെല്ലാണ്. ദെൻ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയും പറഞ്ഞത് സൈസ് ആണ്, അബൌട്ട് സൈസ്. ആൻഡ് നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ ഷേപ്പ്. ആൻഡ് ദ ഷേപ്പ് ഓൾസോ വാരി. ദ സെൽസ് മേ ബി ഡിസ്ക് ഷേപ്പ്
ഓർ പോളിഗണൽ ഷേപ്പ്. പ്ലാന്റ്സിലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ പോളിഗണൽ ഷേപ്പ് കണ്ടതാണ് അല്ലേ? പോളിഗണൽ ഷേപ്പ്. കൊളുംനാർ എപ്പിത്തീലിയൽ സെൽസ്, നിങ്ങൾ സുവോളജിയിൽ പഠിക്കുന്നതാണ്. കൊളുംനാർ എപ്പിത്തീലിയം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് അറിയാം. ദെൻ ക്യൂബോയിഡ് ഷേപ്പ് ഉണ്ട് എപ്പിത്തീലിയത്തിൽ തന്നെ, ക്യൂബോയിഡ് കാണാം. ഓർ ത്രെഡ് ലൈക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഇറഗുലർ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഷേപ്പും ഡിഫറെൻ്റ് ആണ്. ആൻഡ് ദിസ് ഷേപ്പ് വാരി അക്കോർഡിംഗ് ടു ദെയർ ഫങ്ഷൻ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ സെൽസ് ആർ നോട്ട് അലൈക്ക്, ദേ ഡിഫർ ഇൻ ദെയർ സൈസ്, ഷേപ്പ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്. ദ നെക്സ്റ്റ് ഹെഡിങ് പ്രോകാരിയോട്ടിക് സെൽ. ഓക്കെ, ഓർ പ്രോകാരിയോട്സ് എന്ന് പറയാറുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യമാണ്. സോ പോയിന്റ്സ് മാത്രം നോക്കാം. പ്രോകാരിയോട്ടിക് സെൽ മീൻസ് ഫസ്റ്റ് പോയിന്റ് എന്താണ്? പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദാറ്റ് ഈസ് ഹാവ് നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് അല്ലേ? അപ്പോൾ ന്യൂക്ലിയസ് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. ന്യൂക്ലിയസ് ആബ്സെൻറ്റ്. ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് ഈക്വൽ ആയിട്ടൊരു കാര്യം അവിടെ ഉണ്ട്, പക്ഷെ എന്താണ്? ന്യൂക്ലിയസ് വെൽ ഡിഫൈൻഡ്, മെംബ്രെയിൻ ബൗണ്ട്, ഔട്ടർ ഇന്നർ മെംബ്രെയിൻ ഒക്കെ ഉള്ള ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. സോ ദി ആർ പ്രിമിറ്റീവ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോൾ പ്രോ മീൻസ് പ്രിമിറ്റീവ്, കാരിയോട്ടിക് മീൻസ് ന്യൂക്ലിയസ്, അങ്ങനെയല്ലേ പഠിച്ചത്. ദ നെക്സ്റ്റ് എക്സാമ്പിൾ, ഈ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് മെയിൻ എക്സാമ്പിൾ. പ്രോകാരിയോട്സ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരേണ്ടതാണ് ബാക്ടീരിയ. ദെൻ ബ്ലൂ ഗ്രീൻ ആൽഗെ അതർവൈസ് കോൾഡ് വാട്ട്? സയനോബാക്ടീരിയ. ദെൻ മൈക്കോപ്ലാസ്മ. ഓക്കെ, മൈക്കോപ്ലാസ്മ. പിന്നെ ഒരു PPLO എന്ന് നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റിൽ, ആൻഡ് PPLO എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും കേട്ടത് മൈക്കോപ്ലാസ്മേനെ പറയുന്ന മറ്റൊരു പേര് തന്നെയാണ് എന്ത്? PPLO. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. PPLO എന്നാണ് ആദ്യം ഉണ്ടായിരുന്ന പേര്, പിന്നെ മൈക്കോപ്ലാസ്മ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. PPLO മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ഫുൾ ഫോം ഓർത്ത് വെക്കണം. ഇറ്റ് ഈസ് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം ആണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൈസ് PPLO സൈസ് 0.1 മൈക്രോമീറ്റർ എന്ന് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട. മൈക്കോപ്ലാസ്മ 0.3 പറഞ്ഞു, ഇത് 0.1. അപ്പം എങ്ങനെയാണ് ഡിഫറൻസ് എന്നുള്ളതല്ല, അത് ഇൻ ബിറ്റ്വീൻ 0.1 to 0.3 ആണ് അതിൻ്റെ സൈസ്. അപ്പം 0.1 0.3 മൈക്രോമീറ്ററിന് ഇടയിലാണ് അതിൻ്റെ സൈസ് വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് character ആണ് prokaryotic character means they are a smaller organism, smaller and they multiply rapidly. അല്ല നമുക്കറിയാം ബാക്ടീരിയ ആയിട്ട് multiply rapidly than eukaryotes-നേക്കാളും സ്പീഡിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് വാരി ഷേപ്പ് ആൻഡ് സൈസ്. ഓക്കെ, അതിൻ്റെ സൈസ് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ ഓരോന്നും പറയുന്ന സമയത്ത് എന്താണ് അതിൻ്റെ സൈസും ഷേപ്പും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ബാക്ടീരിയ കേസിൽ നമ്മൾ പഠിച്ചതാണ്. ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ബാക്ടീരിയ ആർ മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 4 types. ഓർമ്മയില്ലേ? ഏതൊക്കെയായിരുന്നു? റോഡ് ഷേപ്പ് ബാക്ടീരിയ ആണെങ്കിൽ ഇറ്റ് ഇസ് ബാസിലസ്. ദെൻ റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ ഇറ്റ് ഇസ് കോക്കസ്. ദെൻ കോമ ഷേപ്പ് ബാക്ടീരിയ ഇറ്റ് ഇസ് വിബ്രിയോ അല്ലേ? പിന്നെ എന്താണ്? സ്പൈറൽ ഷേപ്പ് ബാക്ടീരിയ സ്പൈറില്ലം. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, ദെൻ അപ്പോൾ അവിടെ എന്താണ് കാണിക്കുന്ന? ഷേപ്പിലുള്ള വേരിയേഷൻ. നെക്സ്റ്റ് സെൽസ് ഹാവ് സെൽ വോൾ സറൗണ്ടിങ് സെൽ മെംബ്രെയിൻ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വോൾ ഇല്ല, പക്ഷേ ബാക്ടീരിയ കേസിലൊക്കെ ആണെങ്കിൽ എന്താണ്? ദേ ഹാവ് എ സെൽ വോൾ ഔട്ടർ ടു പ്ലാസ്മ മെംബ്രെയിൻ. സോ സെൽ വോൾ പ്രസൻ്റ് ആണ്. എല്ലാ കേസിലും അല്ല, ഓർത്ത് വെക്കണം. ദെൻ ഫ്ലൂയിഡ് ഫിൽഡ് മാട്രിക്സ് പ്രസൻറ്റ്. നമ്മൾ പഠിച്ചു സൈറ്റോപ്ലാസം പോലെ ഹിയർ ഓൾസോ ഫ്ലൂയിഡ് ഫിൽഡ് മാട്രിക്സ് ഇസ് പ്രസൻറ്റ്. Then this point is important. Ribosome is the only cell organelle. Ribosome മാത്രമാണ് എന്ത്? സെൽ ഓർഗനൽ ആയിട്ടുള്ളത്. Ribosome is a non-membrane bound organelle. That's why they are present in case of prokaryotes too. മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും പ്രൊക്കാരിയോട്സിൽ കാണുന്നില്ല. എന്ന് വെച്ചാൽ ബാക്കി മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പോലെയുള്ള സെൽ ഓർഗനൽസ് ഒന്നുമില്ല. ആര് മാത്രമാണുള്ളത്? റൈബോസോം ഓൺലി. നെക്സ്റ്റ് പോയിന്റ് മീസോസോം. മീസോസോം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ. ഇത് സെൽ മെംബ്രെയിൻ ഇൻഫോൾഡിംഗ് ആണത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതൊരു ബാക്ടീരിയ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ വരയ്ക്കുകയാണ്. ബാക്ടീരിയ. ദെൻ ദിസ് ഈസ് ദ പ്ലാസ്മ മെംബ്രെയിൻ. ഔട്ടർ ടു ദിസ് പ്ലാസ്മ മെംബ്രെയിൻ ഹാവ് എ തിക്ക് സെൽ വോൾ. നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ തന്നെ പഠിക്കാം. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കാൻ സെൽ വോൾ, ദെൻ പ്ലാസ്മ മെംബ്രെയിൻ. അതിൻ്റെ ആ പ്ലാസ്മ മെംബ്രെയിൻ ഇവിടെ നിന്ന് ഉള്ളിലോട്ട് ചിലപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കിടക്കും. Okay, and this structure is called mesosome. Okay, then ഇതാണ് the fluid filled matrix. നമുക്ക് കാണാം. In this matrix nucleus വരയ്ക്കാൻ പാടുണ്ടോ? No, nucleus is absent. Membrane bound structure is absent, so nuclear membrane ഒന്നും പാടില്ല. But genetic material present. Genetic material നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാം. Genetic material free ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് മാട്രിക്സിൽ.
And beside this genetic material, it has one more DNA. DNA-ൻ്റെ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ബാക്ടീരിയയ്ക്കുള്ളിൽ ഇങ്ങനെ വരയ്ക്കും, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വരയ്ക്കും. ഇത് കാണുമ്പോൾ ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കാൻ പാടില്ല. ദിസ് ഇസ് നോട്ട് ന്യൂക്ലിയസ്, ഇറ്റ് ഈസ് അനദർ സ്ട്രക്ചർ. ജനറ്റിക് മെറ്റീരിയൽ രണ്ട് ടൈപ്പാണ്. ഒന്ന് ഈ കാണുന്ന മെറ്റീരിയലും അതുപോലെ വേറൊരെണ്ണം കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് പ്ലാസ്മിഡ്. ഓക്കെ, ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ ടൈമിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് കോൾഡ് പ്ലാസ്മിഡ്. സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ് പ്ലാസ്മിഡ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് നോക്കാം. ദ നെക്സ്റ്റ് പോയിന്റ് അബൌട്ട് ദിസ് പ്രൊകാരിയോട്സ്, genetic material is naked and it is not enveloped by nuclear membrane. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ജനറ്റിക് മെറ്റീരിയലിന് ചുറ്റും എന്തില്ല, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് പ്രിമിറ്റീവ് ടൈപ്പ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോയിഡ്. മീനിങ് ന്യൂക്ലിയസ് ലൈക്ക് എന്നാണ്, ന്യൂക്ലിയസ് പോലെ ഉള്ള പ്രിമിറ്റീവ് സ്ട്രക്ചർ ന്യൂക്ലിയോയിഡ്. ആൻഡ് ഇറ്റ് ഈസ് സിമിലർ ടു ദ ന്യൂക്ലിയസ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ യൂക്കാരിയോട്സ്. ദെൻ നെക്സ്റ്റ്, ജനറ്റിക് മെറ്റീരിയൽ മെയിൻലി ടു ടൈപ്സ്, രണ്ട് ടൈപ്പാണെന്ന് പറയാം. ഒരെണ്ണമാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഇത്, ദാറ്റ് ഈസ് ജീനോമിക് DNA. നെക്സ്റ്റ് കാണുന്ന ഒരെണ്ണം, എക്സ്ട്രാ കാണുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, അതിൻ്റെ പേരെന്താ കൊടുത്തത്, ഇറ്റ് ഈസ് കോൾഡ് പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് ഇറ്റ് ഈസ് എ എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ DNA. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ DNA. സർക്കുലാർ ആണ് അതിൻ്റെ ഷേപ്പ്. ദെൻ ദ ഫങ്ഷൻ എന്ന് വെച്ചാൽ ദ പ്രസൻസ് ഓഫ് ദിസ് പ്ലാസ്മിഡ് ഗിവ് എ യുണീക്ക് ഫീനോടൈപ്പ് ടു ദാറ്റ് ബാക്ടീരിയ. ഓരോ ബാക്ടീരിയയ്ക്ക് അതിൻ്റെതായ ക്യാരക്ടേഴ്സ് കൊടുക്കുക. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് എന്ത്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കപ്പാസിറ്റി. റെസിസ്റ്റൻസ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നതാണ്, അല്ല അതിനെ നശിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള കെമിക്കൽസ് ആണ്. അപ്പം ആൻറ്റിബയോട്ടിക്സ് വന്നു കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുക്കുന്നവരാണ് ദിസ് പ്ലാസ്മിഡ്. അതേപോലെ തന്നെ ദിസ് പ്ലാസ്മിഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ. Okay, and this plasmid also used as a vector for transfer of a gene from one organism to other. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സെക്കൻഡ് പോയിന്റും വെക്റ്റർ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ ബയോടെക്നോളജി ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഓർത്താൽ മതി, പ്ലാസ്മിഡ് ഗിവ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ബാക്ടീരിയ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഓൾസോ യൂസ്ഡ് ആസ് എ വെക്റ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്യാരക്ടേഴ്സ് വരുന്നത്. Our next heading, cell envelope and its modifications. Okay, then എന്താണ് cell envelope എന്നുള്ളത് നോക്കാം. Most of the prokaryotes, particularly bacteria, have a chemically complex cell envelope. അപ്പോൾ ബാക്ടീരിയയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ പ്രൊക്കാരിയോട്സ് മെയിനായിട്ട് ബാക്ടീരിയയ്ക്ക് ചുറ്റും കാണുന്ന ഒരു സെൽ എൻവലപ്പ് ഉണ്ട്. ആ സെൽ എൻവലപ്പ് എന്താണെന്നാണ് പറയുന്നത്. ദ സെൽ എൻവലപ്പ് ഹാസ് മെയിൻലി three layered structure ആണ്. The first layer is glycocalyx. ഒന്നാമത്തെ ലെയറിൻ്റെ പേര് glycocalyx. Second layer is cell wall and the third is plasma membrane. Okay, glycocalyx, cell wall and plasma membrane. Then what about this glycocalyx? Glycocalyx means it is considered as the outermost layer. ഏറ്റവും പുറത്ത് കാണുന്ന ലെയർ ആണിത് ഗ്ലൈക്കോകാലിക്സ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഇത് ബാക്ടീരിയൽ സെൽ, റോഡ് ഷേപ്പിൽ എപ്പോഴും വരയ്ക്കുന്നതെന്ന് വെച്ചാൽ വരയ്ക്കാനുള്ള ഒരു സൗകര്യത്തിനാണ്. ഓക്കെ, ദിസ് ഇസ് റോഡ് ഷേപ്പ്, ബാസിലസ് ഷേപ്പ്. എല്ലാ ഷേപ്പിലും ഉണ്ട്, ഇതിൽ ജസ്റ്റ് വരയ്ക്കുന്നു. അപ്പോൾ എന്താ കൊടുക്കേണ്ടത്, ഇപ്പോൾ നമ്മളൊരു ലെയർ വരച്ചിട്ടുണ്ട്. If it is considered as the outermost layer, then it is called what? Glycocalyx. ഇതിനാണ് glycocalyx എന്ന് പറയും. This glycocalyx ലൂസ് ഷീത്ത് ആയിട്ടും കാണാം, ചിലപ്പോൾ നല്ല ഹാർഡ് കട്ടിയുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടും കാണാം. ലൂസ് ഷീത്ത് ഗ്ലൈക്കോകാലിക്സ് ആണെങ്കിൽ അതിനെ നമ്മളൊരു പേര് പറയും, ദാറ്റ് ഇസ് കോൾഡ് സ്ലൈം ലെയർ. സ്ലൈം ലെയർ എന്നാണ് പറയാം. ആൻഡ് ഇഫ് ദ ഗ്ലൈക്കോകാലിക്സ് ഇസ് ടഫ് ഇൻ നേച്ചർ, നല്ല ഹാർഡ് കട്ടിയുള്ള സ്ട്രക്ചർ ആണെങ്കിൽ ഇപ്പോൾ പറയുന്ന പേരാണ് ഇത് ക്യാപ്സ്യൂൾ. ഓക്കെ, സോ സ്ലൈം ലെയർ ഓർ ക്യാപ്സ്യൂൾ രണ്ട് രീതിയിലും കാണാം. അപ്പോൾ ഇവിടെ ഗ്ലൈക്കോകാലിക്സ് കൊടുത്തു എന്ന് വിചാരിക്കുക. നെക്സ്റ്റ് സെൽ വോൾ. സെൽ വോൾ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഇറ്റ് ഈസ് മിഡിൽ ലെയർ. അപ്പോൾ ഏറ്റവും പുറത്ത് ഗ്ലൈക്കോകാലിക്സ്, അതിൻ്റെ തൊട്ട് താഴെ ഉള്ളിൽ വരുന്നവർ സെൽ വോളിന് കൊടുക്കണം. സെൽ വോൾ മിഡിൽ ലെയർ ആൻഡ് ഡിറ്റർമൈൻ ദ ഷേപ്പ് ഓഫ് ദ സെൽ ആൻഡ് പ്രിവെൻറ്റ് ഫ്രം ബേസ്റ്റിംഗ്. അപ്പോൾ ബാക്ടീരിയയ്ക്ക് അതിൻ്റെ കറക്റ്റ് ഷേപ്പ് കൊടുക്കുന്ന സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ബാസിലസ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ആ ഒരു ഷേപ്പ് കൊടുക്കുന്ന സ്ട്രക്ചർ ആരാണ്, സെൽ വോൾ ആണ്. സെൽ വോൾ.
മിഡിൽ ലെയർ. അപ്പോൾ നമുക്ക് ആദ്യം വരച്ച ഈ ഗ്ലൈക്കോ കാലിക്സ് ചിലപ്പോൾ ലൂസ് ഷീത്തായിട്ടൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരൊറ്റ ലൈനിലല്ല, ഇങ്ങനെ നല്ല ഈ രീതിയിലൊക്കെ നമുക്ക് വരച്ച് കാണിക്കാം. ഓക്കെ, ഗ്ലൈക്കോ കാലിക്സ്. ഓക്കെ, ദെൻ ഇപ്പോൾ 2 ലെയറായി. സെൽ വാൾ ദ ഫംഗ്ഷൻ എന്താണ്? ഡിറ്റർമൈൻ ഷേപ്പ് ഓഫ് ദ സെൽ, ഏത് ഷേപ്പാന്നുള്ളത് കൊടുക്കുന്നു. ആൻഡ് പ്രിവെൻറ്റ് ഫ്രം ബേഴ്സ്റ്റിംഗ്, ആ ബാക്ടീരിയ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്, മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ് ഫ്രം ദ ബേഴ്സ്റ്റിംഗ് ഓഫ് സെൽസിൻ്റെ ഡാമേജിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്ലാസ്മ മെംബ്രെയിൻ, ആൻഡ് ഇറ്റ് ഈസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ ആൻഡ് ഇറ്റ് ഈസ് സെമി പെർമിയബിൾ. അപ്പോൾ ഇന്നർ മോസ്റ്റ് ലെയർ ഇതിൻ്റെ ഉള്ളിൽ വരണം. അപ്പോൾ 3rd ലെയർ, ഇന്നർ മോസ്റ്റ് ലെയർ ഈസ് പ്ലാസ്മ മെംബ്രെയിൻ and it is semi-permeable. Okay, and similar to that of eukaryotes. Eukaryotes-ന്റെ കേസിൽ സെൽ മെംബ്രെയിൻ അല്ലെ പ്ലാസ്മ മെംബ്രെയിൻ നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണോ, സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നൊക്കെ പഠിക്കും. സെയിം ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഇത്രയും 3 ലെയറും കൂടെ ചേരുമ്പോഴാണ് ഇതിനെന്ത് പറയുന്നത്? ദാറ്റ് ഈസ് കോൾഡ് സെൽ എൻവലപ്പ്. ഔട്ടർ ഗ്ലൈക്കോ കാലിക്സ്, മിഡിൽ സെൽ വോൾ, ഇന്നർ plasma membrane. Okay, next heading, gram staining. Okay, gram staining means it is a technique used to stain bacteria. Bacteria ku stain cheyan color kodukkunna oru technique aanadu, and this technique help to distinguish between gram positive bacteria and gram negative bacteria. Okay, and this technique is developed by Hans Christian Gram. ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറയുന്ന എന്താണ് ബാക്ടീരിയോളജിസ്റ്റ് ആണ് ഇത് ഈ ഒരു ടെക്നിക്ക് കൊണ്ടുവന്നത്. ദാറ്റ്സ് ബൈ ദ നെയിം ഗ്രാം സ്റ്റെയിനിങ്. ഓക്കെ, ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഗ്രാം സ്റ്റെയിനിങ് ബാക്ടീരിയ ആർ മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്, gram positive bacteria and gram negative bacteria. Then see what is gram positive bacteria. Bacteria that take up the gram stain by its envelope. Bacteria cell envelope നമ്മൾ പഠിച്ചു. ഗ്ലൈക്കോ കാലിക്സ്, സെൽ വാൾ, പ്ലാസ്മ മെംബ്രെയിൻ സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. അപ്പം ഒരു ഗ്രാം സ്റ്റെയിൻ കൊടുക്കുന്ന സമയത്ത് വെച്ചാൽ ആ സ്റ്റെയിന് കൊടുക്കുമ്പോൾ കളറിങ് ഏജൻറ്റിന് ശരിക്കും ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിനാണ് യൂസ് ചെയ്യുക. ക്രിസ്റ്റൽ വയലറ്റ്. ഓക്കെ, ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിൻ. ആ സ്റ്റെയിൻ കൊടുക്കുന്ന സമയത്ത് ആ സ്റ്റെയിൻ അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ സ്റ്റെയിനിൻ്റെ കളറ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബാക്ടീരിയ, ആ സ്റ്റെയിൻ അനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യുന്ന ബാക്ടീരിയ ആണ് എന്ത്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ബാക്ടീരിയ ദാറ്റ് ടേക്ക് അപ്പ് the gram stain by its envelope. Okay, അപ്പോൾ ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ സെൽ വാൾ നമുക്കറിയാം. ദിസ് ബാക്ടീരിയൽ സെൽ വാൾ ഹാവ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ദിസ് പെപ്റ്റിഡോഗ്ലൈക്കൻ നല്ല കൂടുതലായിട്ട് ഹൈ എമൗണ്ടിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ കാണാം. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന ഒരു പോളിമറാണ് എന്ത് ചെയ്യുന്നത്? ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിനെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും അത്ര ഡീറ്റെയിൽ വേണ്ട, ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അപ്പോൾ എന്തായിരിക്കും? സ്റ്റെയിൻ എടുക്കാത്തവർ അല്ലെ, ബാക്ടീരിയ ദാറ്റ് ഡു നോട്ട് ടേക്ക് അപ്പ് ഗ്രാം സ്റ്റെയിൻ ബൈ ഇറ്റ്സ് എൻവലപ്പ്. അതിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ വളരെ തിന്നായിട്ടേ കാണുന്നുള്ളൂ, അതുകൊണ്ട് കളറിങ്ങിലേക്ക് വരുന്നില്ല. അത് കളർ വരുന്നവരാണെന്ത്? ദിസ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കുക. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അബൌട്ട് ഗ്രാം സ്റ്റെയിനിങ്. നെക്സ്റ്റ് ഹെഡിങ്, മീസോസോംസ്. ഓക്കെ, മീസോസോം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇറ്റ് ഈസ് ആൻ ഇൻഫോൾഡിങ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻ പ്രൊക്കാരിയോട്സ്. ഓക്കെ, ദെൻ ഇൻഫോൾഡിങ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആണ്, ഓർ എക്സ്റ്റൻഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ്, ദറ്റ് ഈസ് ദിസ് എക്സ്റ്റൻഷൻ ഇസ് ഇൻ ദ ഫോം ഓഫ് വെസിക്കിൾസ് ഓർ ട്യൂബ്യൂൾസ് ഓർ ലാമല്ലേ. എന്താ ഡിഫറൻസ്? വെസിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫോൾഡിങ് വരുമ്പോൾ ഇപ്പോൾ ഉള്ളിലേക്കോട്ട് വളഞ്ഞു നിൽക്കുന്നത് ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് വെസിക്കിൾസ്. ട്യൂബ്യൂൾസ് മീൻസ് ഇങ്ങനെ നീളത്തിൽ ട്യൂബ് പോലെയാണെങ്കിൽ ട്യൂബ്യൂൾസ്, ഓർ ലാമല്ലേ, ദാറ്റ് ഈസ് ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ കാണിക്കുക. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഷേപ്പ്. അപ്പോൾ ഈ ഏത് ഫോമിൽ വേണമെങ്കിൽ എക്സ്റ്റൻഷൻ ഉണ്ടാവാം, നടക്കാം. ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ മീസോസോം. മീസോസോം ഫങ്ഷൻസ് ആണ്. മെയിൻ ഫങ്ഷൻ, ഇറ്റ് ഹെൽപ്സ് ഇൻ സെൽ വാൾ ഫോർമേഷൻ. ഓക്കെ, ബാക്ടീരിയൽ സെൽ വാൾ ഉണ്ടെന്നറിയാം, ഹെൽപ്സ് ഇൻ സെൽ വാൾ ഫോർമേഷൻ ആൻഡ് റെപ്ലിക്കേഷൻ ഓഫ് DNA ഡ്യൂറിങ് സെൽ ഡിവിഷൻ. ബാക്ടീരിയ സെൽ പ്രൊക്കാരിയോട്സിനുള്ളിലുള്ള ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ റെപ്ലിക്കേഷൻ അറ്റ് ദ ടൈം ഓഫ് സെൽ ഡിവിഷൻ. ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ DNA റെപ്ലിക്കേഷൻ, DNAയും ഡിവൈഡ് ചെയ്യണം, അതിന് ഹെൽപ്പ് ചെയ്യുന്നു. റെപ്ലിക്കേഷൻ ഓഫ് DNA ഡ്യൂറിങ് സെൽ ഡിവിഷൻ and also helps in respiration, bacterial respiration and secretion, and it helps to increase the surface area of plasma membrane. Plasma membrane area increase ചെയ്യുന്നു. നോർമലി ഈ ഒരു ലെവലിലാണ് ഉണ്ടാവുക, ഇതിങ്ങോട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഇത്രയും ഏരിയ കൂടെ കിട്ടി അല്ലേ. അപ്പോൾ ഇറ്റ് ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ്
plasma membrane. Okay, these are the important functions of a mesosome. ചോദിക്കുന്നതാണ്, so ഓർത്ത് വയ്ക്കാം. Next point about prokaryotes, that is particularly bacteria, is bacterial cells may be motile or non-motile, that is moving. Okay, അപ്പം മൂവ് ചെയ്യുന്നതാവാം അല്ലാത്തതാവാം, അതാണ് motile or non-motile. And if it is motile, മൂവ് ചെയ്യുന്നതാണെങ്കിൽ it has thin filamentous extension from the cell wall. മൂവിങ് ആയ ബാക്ടീരിയയിൽ ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ കാണാം. സെൽ വാളിൻ്റെ മുകളിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ ആ എക്സ്റ്റൻഷന് പറയുന്ന പേരാണ് എന്ത്? ഫ്ലജെല്ല. ദാറ്റ് എക്സ്റ്റൻഷൻ ഇസ് കോൾഡ് ഫ്ലജെല്ല. ഇഫ് മോട്ടൈൽ ആണെങ്കിലാണ് ഫ്ലജെല്ല കാണുന്നത്. സോ ദ ഹെൽപ്സ് എന്താണ്? ഫങ്ഷൻ എന്താണ്? ഫ്ലജെല്ല ഹെൽപ്സ് ഇൻ ലൊക്കോമോഷൻ ഓർ മൂവ്മെൻറ്റ്. അപ്പോൾ ഫ്ലജെല്ല എന്നാണ് പറയുക. ഫ്ലജെല്ല ഇസ് എ പ്ലൂറൽ ടേം ആൻഡ് ഇറ്റ്സ് സിംഗുലർ ഇസ് ഫ്ലജെല്ലം. ദിസ് ഫ്ലജെല്ലം ഹാസ് മെയിൻലി 3 പാർട്സ്. 3 പാർട്സ് ആണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പാർട്ടാണ് ഫിലമെൻറ്റ്, സെക്കൻഡ് ഇസ് ഹുക്ക് ആൻഡ് ദ തേർഡ് ബേസൽ ബോഡി. ഓക്കെ, അപ്പോൾ ബാക്ടീരിയ സ്ട്രക്ചർ നമുക്ക് ജസ്റ്റ് റഫായിട്ട് വരച്ചു നോക്കാം. ബാക്ടീരിയ നമ്മൾ നേരത്തെ വരച്ചതുപോലെ പ്ലാസ്മ മെംബ്രെയിൻ, ദെൻ സെൽ വോൾ, ഔട്ടർ ഗ്ലൈക്കോകാലിക്സ്. അപ്പോൾ ഇത്രയും സ്ട്രക്ചേഴ്സൊക്കെ അവിടെ ഉണ്ട് അല്ലേ. ഇതിൻ്റെ മുകളിൽ നിന്ന് സെൽ വാളിൻ്റെ മുകളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഫിലമെൻറ്റ്, ഹുക്ക്, ബേസൽ ബോഡി, ഇതാണ് 3 പാർട്സ്. അപ്പോൾ ഫസ്റ്റ് ഭാഗം നമുക്ക് നോക്കാം. ഫിലമെൻറ്റ് മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് പോർഷൻ ആൻഡ് എക്സ്റ്റെൻഡ് ഫ്രം ദ സെൽ സർഫേസ്. ഹുക്ക് മീൻസ് ഇറ്റ് ഈസ് ദ കർവ്ഡ് ആൻഡ് ട്യൂബുലാർ സ്ട്രക്ചർ. ബേസൽ ബോഡി മീൻസ് ഇറ്റ് ഈസ് എംബഡഡ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ തൊട്ട് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബേസൽ ബോഡിയാണ് ഏറ്റവും ബേസിൽ വരുന്ന സ്ട്രക്ചർ. അപ്പോൾ ബേസൽ ബോഡി എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെ കാണുന്ന ഒരു സ്ട്രക്ചറാണ് ബേസൽ ബോഡി. ഓക്കെ, ബേസൽ ബോഡി. ദിസ് ബേസൽ ബോഡി കഴിഞ്ഞ് ഇറ്റ് ഈസ് എംബഡഡ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനോട് ചേർത്ത് വരച്ചു. ആൻഡ് ഹുക്ക്, അതിൻ്റെ മുകളിൽ നോക്കാം. ഹുക്ക് എന്ന് പറയുമ്പോൾ ഒരു വളഞ്ഞു കാണുന്ന സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് ദ കർവ്ഡ് ആൻഡ് ട്യൂബുലാർ സ്ട്രക്ചർ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് എന്താണ്? ഒരു ട്യൂബുലാർ ആയിട്ടുള്ള ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഫൈനലി എന്തായിട്ട് മാറും? സെൽ വാളിൻ്റെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു എക്സ്റ്റൻഷനാണ് ഇങ്ങനെ വരിക, വാല് പോലെ. അപ്പോൾ ബാക്ടീരിയയിൽ കാണുന്ന ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്, ഫ്ലജെല്ല. അപ്പോൾ ഫ്ലജെല്ല കറക്റ്റ് സ്ട്രക്ചർ പറയുമ്പോൾ ബേസൽ ബോഡി, ദെൻ എ കർവ്ഡ് ഹുക്ക് ലൈക്ക് സ്ട്രക്ചർ ആൻഡ് ദ എക്സ്റ്റൻഷൻ. ദിസ് ബേസൽ ബോഡി കഴിഞ്ഞാൽ ഹുക്ക് കഴിഞ്ഞാൽ ദിസ് എക്സ്റ്റൻഷന് പറയുന്ന പേരാണ് എന്ത്? ഫിലമെൻറ്റ്. ഓക്കെ, എല്ലാം കൂടെ ചേരുമ്പോൾ പറയുന്ന പേരാണ് ഫ്ലജെല്ല. ആൻഡ് ദ ഫങ്ഷൻ ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ബാക്ടീരിയ ഓർ ലൊക്കോമോഷൻ ഓഫ് ബാക്ടീരിയ. ഓക്കെ, ആൻഡ് ബിസൈഡ്സ് ദിസ് ഫ്ലജെല്ല സ്ട്രക്ചർ, ബാക്ടീരിയ ഹാസ് സം അതർ സ്ട്രക്ചർ ദാറ്റ് ഈസ് കോൾഡ് പൈലി എന്നാണ് പറയുക. പൈലി, PILI എന്നാണ്. പൈലസ് സിംഗുലർ, പൈലി is its plural term. Pili means what? It is an elongated tubular surface structures in bacteria. അപ്പോൾ ബാക്ടീരിയയിൽ കാണുന്ന കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ബാക്ടീരിയ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നീളത്തിലുള്ള കുറേ സ്ട്രക്ചേഴ്സ് കാണാം. ദെൻ അതാണ് എന്ത്? പൈലി. ആൻഡ് ദിസ് പൈലി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ കോൾഡ് പൈലിൻ. പൈലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്ട്രക്ചർ ഫിംബ്രിയെ. ഫിംബ്രിയെ ഈസ് എ സ്മോൾ ബ്രിസിൽ ലൈക്ക് ഫൈബേഴ്സ്. ചെറിയ ബ്രഷ് പോലെയുള്ള ഫൈബേഴ്സ് ഉണ്ട് ബാക്ടീരിയൻ്റെ ബോഡിക്ക് പുറത്തായിട്ട്. അതാണ് എന്ത്? ഫിംബ്രിയെ. ഫിംബ്രിയെ ഹെൽപ്സ് ഇൻ ദ അറ്റാച്ച്മെൻറ്റ് ഓൺ റോക്ക് ഓർ എനി സർഫേസ്. എവിടെയെങ്കിലും ബാക്ടീരിയ ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ. അപ്പോൾ ഇത് ഫിംബ്രിയെ വരച്ച. ഫിംബ്രിയെ എന്ന് പറഞ്ഞാൽ പൈലിനേക്കാളും കുറച്ചുകൂടെ ചെറിയ സ്ട്രക്ചറാണ് എന്ത്? ഫിംബ്രിയെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെ ഡയഗ്രാം വരയ്ക്കാനൊന്നും ഡീറ്റെയിൽ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വലിയ സ്ട്രക്ചർ, ദിസ് ഇസ് പിലി, ആൻഡ് സ്മോൾ ആണ് ബ്രിസിൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ ബ്രഷ് പോലുള്ളതാണ് എന്ത്? ഫിംബ്രിയെ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഫ്ലജെല്ല, പൈലി ആൻഡ് ഫിംബ്രിയെ. ദെൻ ലാസ്റ്റ് ഹെഡിങ് ഇൻ പ്രൊക്കാരിയോട്സ്. പ്രൊക്കാരിയോട്സ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണുന്ന ലാസ്റ്റ് ഹെഡിങ് റൈബോസോംസ് ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. അപ്പോൾ പ്രൊക്കാരിയോട്സിൻ്റെ റൈബോസോം എന്താണ്, ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. ദെൻ ഫസ്റ്റ് റൈബോസോം നോക്കാം. റൈബോസോം മീൻസ് ഇൻ പ്രൊക്കാരിയോട്സ് റൈബോസോംസ് ആർ അസോസിയേറ്റഡ് വിത്ത് plasma membrane. We know ribosome is a cell organelle and it is non-membrane bound cell organelle. Membrane bound allatha cell organelle aanu, and it is present in both prokaryotes and eukaryotes.
അപ്പോൾ ഇവിടെ പ്രൊകാരിയോട്സിൽ ഇതിൻ്റെ സ്ഥാനം എങ്ങനെയാണ്? ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനോട് ചേർന്നുകൊണ്ടാണ് കാണുന്നത്. ആൻഡ് അതിൻ്റെ സൈസ് പറയുമ്പോൾ 15 നാനോമീറ്റർ ടു 20 നാനോമീറ്റർ ഇൻ സൈസിലാണുള്ളത്. Then this prokaryotic ribosome has 2 subunits. 2 subunits ആണുള്ളത്. ഒരു സ്മോളർ സബ് യൂണിറ്റും ഒരു ലാർജർ സബ് യൂണിറ്റ് എന്നാണ് പറയുക. സ്മോളും ഒരു ലാർജർ സബ് യൂണിറ്റ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ വരയ്ക്കുമ്പോൾ നമ്മൾ റൈബോസോമിന് ഇങ്ങനെയാണ് കാണിക്കുക, ഇതുപോലെ. അപ്പോൾ ഒരു ചെറുത്, ദിസ് ഇസ് സ്മോളർ, ആൻഡ് ഇതാണെന്ത്? ലാർജർ സബ് യൂണിറ്റ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുക. It joins at the time of protein synthesis. Protein synthesis ആണ് ഇതിൻ്റെ function. Then made up of RNA and protein. This ribosome is made up of RNA and protein. Important ആണ്, ഓർത്ത് വെക്കണം. Ribosome made up of RNA and protein. RNAയും പ്രോട്ടീനും ചേർന്നിട്ടാണ് ഫോം ചെയ്യുന്നത്. And prokaryotic ribosome is 70S type. Another very important point, 70S type ribosome ആണ് എന്നാണ് നമ്മൾ പറയുക prokaryotes-ന്റെ ഈ ribosome. ആൻഡ് സ്മോളറും ലാർജറും 2 സബ് യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് 70S ടൈപ്പ് ഫോം ചെയ്യുന്നത് സ്മോളർ സബ് യൂണിറ്റ് ആയിട്ടുള്ള 30S ടൈപ്പും ലാർജർ സബ് യൂണിറ്റ് ആയിട്ടുള്ള 50S ടൈപ്പും കൂടെ ചേർന്നിട്ടാണ് 70S ടൈപ്പായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് തമ്മിൽ നിങ്ങൾ ആഡ് ചെയ്യുമ്പം 50 + 30 80 അല്ലേ വരും. ഇത് 70 ആണല്ലോ ഉള്ളൂ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. എസ് മീൻസ് അതിൻ്റെ നമ്മൾ എസ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് എസ് ഇസ് എ സ്വെഡ്ബർഗ് യൂണിറ്റ് എന്നാണ് പറയുക. സ്വെഡ്ബർഗ് യൂണിറ്റ്. ഓക്കെ, സ്വെഡ്ബർഗ് യൂണിറ്റ്. ആക്ച്വലി ദ സ്വെഡ്ബർഗ് യൂണിറ്റ് മീൻ ഇറ്റ് ഈസ് എ യൂണിറ്റ് യൂസ്ഡ് ടു മെഷർ ഹൗ ഫാസ്റ്റ് ദ മോളിക്യൂൾസ് മൂവ് ഇൻ എ സെൻട്രിഫ്യൂജ്. സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സെൻട്രിഫ്യൂജ് ചെയ്യുമ്പം എത്ര സ്പീഡിലാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് എന്നുള്ളൊരു യൂണിറ്റാണ് എസ്. അപ്പോൾ ആ എസ് എഴുതിയോണ്ട് ഇത് ഡയറക്റ്റ് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ 30S എന്ന് പറയുന്ന ഒരു സ്പീഡാണ് ആക്ച്വലി. അപ്പോൾ ഈ സ്പീഡിലാണ് സ്മോളർ സബ് യൂണിറ്റ്സ് സെൻട്രിഫ്യൂജ് ചെയ്യുന്നത്. 50 ആണ് ലാർജറിൻ്റെത്. രണ്ടും കൂടെ ചേരുമ്പോൾ ഉള്ളതാണെന്ത് 70S ടൈപ്പ്. ഓക്കെ, അപ്പോൾ അത്ര ഡീറ്റെയിൽ ഒന്നും വേണ്ട, ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. എസ് മീൻസ് സ്വെഡ്ബർഗ് യൂണിറ്റ്. ഓക്കെ, അപ്പം ഇത് പ്രൊകാരിയോട്സിൽ 70S ടൈപ്പാണ്. ഇത് കേസ് ഓഫ് യൂക്കാരിയോട്സ്, അത് ഇവിടെ പറയുകയാണ്, ഇതിൻ്റെ കൂടെ ചേരുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. യൂക്കാരിയോട്സിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 80S ടൈപ്പാണ്. നമുക്കറിയാവുന്നതാണ് അല്ലേ. 80S എന്ന് പറയുമ്പം 2 സബ് യൂണിറ്റ്സ്. സ്മോളർ ഇറ്റ് ഈസ് 40S ആൻഡ് ലാർജർ എന്താണ് 60S ആണ് വരിക. അപ്പോൾ 60 + 40 വരുമ്പം 100 ആണ് വരേണ്ടത്. പക്ഷെ അങ്ങനെയല്ല, ഇത് നമുക്കറിയാം ഇത് സ്പീഡാണ്. സോ ഇറ്റ് ഈസ് എ 80S ടൈപ്പ്. ഓക്കെ, ദെൻ അടുത്തത് ഫംഗ്ഷൻ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് റൈബോസോം? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊകാരിയോട്സും യൂക്കാരിയോട്സും എവിടെയാണെങ്കിലും ഫംഗ്ഷൻ ഇസ് പ്രോട്ടീൻ സിന്തസിസ്. ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. പ്രോട്ടീൻ സിന്തസിസ് ഇസ് ദ ഫംഗ്ഷൻ. ദ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് ടേം പോളിറൈബോസോം ഓർ പോളിസോം. പോളിറൈബോസോം, പോളി മീൻസ് വാട്ട്? മെനി എന്നാണ് അർത്ഥം, ഒരുപാടെണ്ണം അല്ലേ. പോളിറൈബോസോം, ഒരുപാട് റൈബോസോം എന്നുവെച്ചാൽ ദാറ്റ് ഈസ് അറ്റ് ദ ടൈം ഓഫ് പ്രോട്ടീൻ സിന്തസിസ് റൈബോസോംസ് ആർ അറേഞ്ച്ഡ് ഓൺ ദിസ് mRNA. ദിസ് ഈസ് mRNA. നെക്സ്റ്റ് ഇയറിലൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോട്ടീൻ സിന്തസിസ് പഠിക്കുമ്പോൾ നമുക്കറിയാം mRNA ഓർ മെസ്സഞ്ചർ RNA. ദിസ് മെസ്സഞ്ചർ RNA ക്യാരി മെസ്സേജസ് ഫ്രം DNA അല്ലെ. DNA-ൻ്റെ മുകളിൽ നിന്നുണ്ടാവുന്നതാണ് mRNA. ക്യാരി മെസ്സേജസ് ഫോർ വാട്ട്? ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ഏത് ടൈപ്പ് അമിനോ ആസിഡാണ് ഓർ പ്രോട്ടീനാണ് ഉണ്ടാക്കുന്ന മെസ്സേജ് ക്യാരി ചെയ്യുന്ന മെസ്സഞ്ചർ RNA. ഈ മെസ്സഞ്ചർ RNA-ൻ്റെ മുകളിൽ റൈബോസോം സബ് യൂണിറ്റ്സ് വന്നിങ്ങനെ ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരുപാട് റൈബോസോംസ് ഒരുമിച്ചുള്ള ഒരു കണ്ടീഷനിൽ വരും അറ്റ് ദ ടൈം ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ആൻഡ് ദിസ് സ്ട്രക്ചർ ഇസ് കോൾഡ് വാട്ട്? പോളിറൈബോസോം ഓർ polysome. And this polyribosome can convert this messenger RNA to what? Protein. പ്രോട്ടീനെ ഉണ്ടാക്കാനുള്ള മെസ്സേജ് ക്യാരി ചെയ്യുന്ന മെസ്സഞ്ചർ RNAയിൽ നിന്നും പ്രോട്ടീനെ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽ നിങ്ങൾ പിന്നെ പഠിക്കും. ഇപ്പോൾ ഓർത്ത് വെക്കുക, പോളിറൈബോസോം മീൻസ് മെനി റൈബോസോംസ് അറേഞ്ച്ഡ് ഇൻ എ mRNA. Okay, so these are the important characters about ribosomes. Next, inclusion bodies. Okay, എന്താണെന്ന് നോക്കാം. Reserve materials in prokaryotes are stored in the cytoplasm in the form of inclusion bodies. അപ്പം പ്രൊക്കാരിയോട്സിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് ഇത് പറയുക ഇൻക്ലൂഷൻ ബോഡീസ്. ബട്ട് ദേ ആർ നോട്ട് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് അല്ലേ. ദേ ആർ നോട്ട് ബൗണ്ടഡ് ബൈ എനി മെംബ്രെയിൻ. അപ്പം മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് ഒന്നുമല്ല, അല്ലാതെ തന്നെ റിസർവ് ഫുഡ് മെറ്റീരിയൽ പ്രൊക്കാരിയോട്സിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ആൻഡ് ദേ ആർ ലൈവ് ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് അവിടെ കാണുന്ന സ്ട്രക്ചേഴ്സ് ആണെന്ത്? ഇൻക്ലൂഷൻ ബോഡീസ്.
and function, storage or reserve food material. It is found in prokaryotes. For example, phosphate granule is an example for this inclusion body. Phosphate granules ആയിട്ട് എങ്ങനെ കാണും സൈറ്റോപ്ലാസത്തിൽ. ഗ്ലൈക്കജൻ ഗ്രാനുൾ അല്ലെ, ഗ്ലൂക്കോസിൻ്റെ ഗ്ലൈക്കജൻ ഫോം ഒക്കെ അത് ഗ്രാനുൾസ് ആയിട്ട് കാണുന്നു. ദെൻ സയനോഫൈസിയൻ ഗ്രാനുൾ, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഫോസ്ഫേറ്റ് ഗ്രാനുൾ, ഗ്ലൈക്കജൻ ഗ്രാനുൾ, സയനോഫൈസിയൻ ഗ്രാനുൾസ്. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്ന ഒരു കാര്യം, ഗ്യാസ് വാക്യൂൾസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് മെയിനായിട്ട് കാണുന്നത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയ, വീണോ ബ്ലൂ ഗ്രീൻ ആൽഗെ ഓർ സയനോ ബാക്ടീരിയ എന്ന് പറയുന്നു. പർപ്പിൾ ഗ്രീൻ അല്ലെ, പർപ്പിൾ ഗ്രീൻ ബാക്ടീരിയ ഓർ സൾഫർ ബാക്ടീരിയ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആ കേസിൽ കാണുന്നതാണെന്ത്, ഗ്യാസ് വാക്യൂൾ. ഇതിന് പോലെ തന്നെയുള്ള ഒരു ഗ്യാസ് വാക്യൂളും കൂടെ അതിൽ കാണാം. ദ ഫംഗ്ഷൻ ഓഫ് ഗ്യാസ് വാക്യൂൾ ഇസ് ആക്ച്വലി ഇറ്റ് പ്രൊവൈഡ് ബൊയൻസി ആണ്. ബൊയൻസി ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ടു ഫ്ലോട്ട് ഇൻ ദ വാട്ടർ സർഫേസ്. വാട്ടർ സർഫേസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്യൂൾ, എന്താണ്, എയർ ഫിൽഡ് ആയിട്ടുള്ള വാക്യൂൾസ് കാണുന്നുണ്ട്. എവിടെയാണ്? സൈനോ ബാക്ടീരിയ ആൻഡ് സൾഫർ ബാക്ടീരിയ കേസിൽ. അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നിങ്ങൾ ഓർത്ത് വെക്കുക. Hello dear friends, in this video we discussed all the points related to a prokaryotic cell and I hope you all got the concept clearly. So don't forget to like, share and subscribe this channel. Let's wind up for today. See you in our next class.